ജനറേറ്റീവ് നമ്മൾ ഇന്ന് നന്നായിട്ട് ഉപയോഗിക്കുന്ന ജനറേറ്റീവ് പുതിയതായ കണ്ടൻസ് ഉണ്ടാക്കുക. പഴയ ഇപ്പോൾ ChatGPTയുടെ കേസ് പറയുകയാണെങ്കിൽ ഒരു 30 years ഓഫ് ഇൻ്റർനെറ്റിൽ ഉണ്ടായിരുന്ന ഡാറ്റ ഫുള്ള് പഠിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു മെഷീനാണ് ChatGPTയും ജെമിനിയും ഒക്കെ. ഇത്രയും ഡാറ്റ അവർ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 10 പുസ്തകങ്ങൾ പഠിച്ചാൽ നമുക്ക് എത്രത്തോളം വിവരം കിട്ടും? ഒരുപാട് വിവരം കിട്ടും. കൂടുതൽ വായിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ നോളേജ് ഉണ്ടാവുമെന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഇൻ്റർനെറ്റിൽ ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റയും പഠിച്ച ആൾക്കാരാണ് ChatGPTയും ജെമിനിയും ഒക്കെ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചോദിച്ചാലും അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് ഈ പ്രീവിയസ് ഡാറ്റ വെച്ചിട്ട് കൂടുതൽ വായിക്കുന്ന ആളുകൾക്ക് കൂടുതൽ എഴുതാനും കൂടുതൽ കവിത എഴുതാനും പറ്റൂലേ, അതുപോലെ പുതിയ സാധനങ്ങൾ അവർ ഉണ്ടാക്കി തരും. ഓൾറെഡി പഠിച്ചതെന്ന് ചോദിക്കണമെന്നില്ല. ഒരു പുസ്തകത്തിൽ നിന്ന് അവർ പഠിക്കാത്തത് ചോദിച്ചാലും അതിലെ പോയിന്റ്സ് കണക്ട് ചെയ്തിട്ട് അവർ പറഞ്ഞു തരും. അതാണ് ജനറേറ്റീവ് AI. പുതിയ കണ്ടൻസ് ഉണ്ടാക്കും ഓൾറെഡി ഉള്ള സാധനം. അതുകൊണ്ടാണ് അവർക്ക് പുതിയ ഫോട്ടോസും പുതിയ വീഡിയോസും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി വന്നിരിക്കുന്ന സാധനമാണ് എജന്റിക് AI. അതായത് ഒരു ടാസ്ക് അല്ല, മൾട്ടിപ്പിൾ ടാസ്ക് ഇയാൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്കൊരു ഫംഗ്ഷന് പ്ലാൻ ചെയ്യണം. ഈ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഗസ്റ്റിന് ഇൻവൈറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ പ്രൊഫ് സമ്മിറ്റ് പ്ലാൻ ചെയ്യണം, ഗസ്റ്റിന് ഇൻവൈറ്റ് ചെയ്യണം, ഫുഡ് പ്ലാൻ ചെയ്യണം, ഹോള് ബുക്ക് ചെയ്യണം, ടൈം സ്ലോട്ട് കൊടുക്കണം. ഈ കാര്യങ്ങളെല്ലാം AI ഇരുന്ന് ചെയ്തോളും. നമ്മൾ പറഞ്ഞാൽ മതി ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആളുകൾ ഇൻവൈറ്റ് ചെയ്യുന്നതും കാര്യങ്ങളും, ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും ഒരു ഷെഡ്യൂൾ പ്രശ്നം വന്നാൽ അതും അവർ റിസോൾവ് ചെയ്തോളും. ഇതാണ് എജന്റിക് AI എന്ന് പറയുന്നത്.